തിരുവനന്തപുരംകാരെ, ഒരു യാചകനെ കാണാൻ നിങ്ങളിനി കൊതിക്കും. എത്ര കണ്ണിൽ എണ്ണ ഒഴിച്ചിരുന്നാലും ഒരാളെ പോലും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇപ്പൊ കാണുന്ന യാചകർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്ക് കേട്ടോ. തിരുവനന്തപുരത്തെ യാചക നിരോധിത നഗരമാക്കും. 30 നഗരങ്ങളിലെ പട്ടിക കേന്ദ്രം തയ്യാറാക്കി. യാചക നിരോധിത കേന്ദ്രം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവിടെയുള്ള യാചകരെയൊക്കെ അങ്ങോട്ട് അടിച്ചോടിക്കുമെന്നല്ല കേട്ടോ. ഭിക്ഷാടനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മുതിർന്നവരെ, പ്രത്യേകിച്ച് സ്ത്രീകളെയും കുട്ടികളെയും പുനരധിവസിപ്പിക്കാനാണ് കേന്ദ്രത്തിന്റെ നീക്കം. അവർക്ക് വീടൊക്കെ വെച്ച് കൊടുത്ത്, ജോലിയൊക്കെ മേടിച്ചു കൊടുത്ത് ഇനി തെണ്ടി നടക്കാതെ ജീവിക്കണം കേട്ടോ എന്ന് പറയും പോലും. അയോധ്യ, ഗുവാഹട്ടി, ത്രിംബകേശ്വർ, തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള രാജ്യത്തെ 30 നഗരങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ഈ സൗകര്യം ഒരുക്കാൻ പോകുന്നത്. പിന്നീട് കൂടുതൽ നഗരങ്ങളിലേക്ക് ഇതിനെ വ്യാപിപ്പിച്ച് ഒരു യാചക മുക്ത രാജ്യമായി ഇന്ത്യ മാറും അല്ലേ. നമ്മുടെ കേരളത്തിലൊക്കെ ആക്ച്വലി യാചകർ കുറവാണ്. കേരളത്തിന് പുറത്തേക്ക് ചെന്ന പല നഗരങ്ങളിലും സാധാരണ ആളുകളെക്കാളും കൂടുതൽ യാചകരാണ്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുമോ? നടന്നാൽ വളരെ നല്ലത്.